സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് സ്നേഹിക്കുന്നയാൾ പല ഉപദ്രവങ്ങളും ചെയ്യുന്നുണ്ട്, പല ബുദ്ധിമുട്ടുകളും ചെയ്യുന്നുണ്ട്, ഇമോഷണലി ഒട്ടും ഹാപ്പി അല്ല, ഡാമേജിങ് ആയിട്ടുള്ള ബിഹേവിയറാണ്. ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നേഹത്തോടു കൂടി പെരുമാറുന്നു, ഇടപെടുന്നു, എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ സ്നേഹമാണെന്ന് തന്നെ ധരിക്കുന്ന രീതിയിൽ അവർ പെരുമാറുന്നു. കംപ്ലീറ്റ്ലി ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ്, ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, ഞാൻ ആകെ ഒരു ബ്ലാങ്ക് ആണ്. അങ്ങനെയുള്ള ഒരു ഇതാണ്, ട്രോമ ബോണ്ടഡ് ആണ്. എനിക്കിവിടെ എന്തായാലും വേണ്ടില്ല, എനിക്കിവിടെ ജീവിച്ചാൽ മതി. ഭയങ്കര ഇമോഷണൽ സ്ട്രഗിൾസ് ഭയങ്കര മാക്സിമമാണ്. ഒരു 1 year എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം ഏകദേശം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ട്, ഏകദേശം പോവാനായി വരുന്നിട്ടുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് ആ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ട്രേസി മോൾ മത്തായി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമ്മൾ നേരത്തെ ഗ്യാസ് ലൈറ്റിങ്ങിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഈ ട്രോമ ബോണ്ടിങ് എന്നാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ വിക്ടിംസിന് എന്തുകൊണ്ട് വിട്ടുപോകാൻ സാധിക്കുന്നില്ല? വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അവർക്ക് അവിടുന്ന് പോയിക്കൂടെ? എന്തിനാണ് അവരതിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? വേറെ പണിയൊന്നുമില്ല, എത്ര പുറത്ത് പല സാധ്യതകളുണ്ട്, ജോലിയുണ്ട്, അത് അന്വേഷിച്ച് പോയിക്കൂടെ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറയുമ്പം ഈ ലവ് ബോംബിങ്ങും ട്രസ്റ്റ് ബിൽഡിങ്ങും ഉള്ളത് കൊണ്ട് തന്നെ, ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നേഹത്തോടു കൂടി പെരുമാറുന്നു, ഇടപെടുന്നു, എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ സ്നേഹമാണെന്ന് തന്നെ ധരിക്കുന്ന രീതിയിൽ അവർ പെരുമാറുന്നു. ട്രസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നതിന് അവർ ട്രസ്റ്റ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടാകും, വിശ്വാസം നേടിയെടുത്തിട്ടുണ്ടാകും, അതുപോലെ പെരുമാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പാർട്ട്ണറിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് വിട്ടുപോകാനായിട്ട്, സ്നേഹിക്കുന്നയാൾ പല ഉപദ്രവങ്ങളും ചെയ്യുന്നുണ്ട്, പല ബുദ്ധിമുട്ടുകളും ചെയ്യുന്നുണ്ട്, ഇമോഷണലി ഒട്ടും ഹാപ്പി അല്ല, ഡാമേജിങ് ആയിട്ടുള്ള ബിഹേവിയറാണ്. പക്ഷേ വിട്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോഴാലോചിക്കുന്നത്, ഇത്രയും എന്നെ സ്നേഹിച്ചിട്ട് ഞാൻ ഇത്രയും എൻ്റെ എനർജി, ഇത്രയും എൻ്റെ ലൈഫ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് ഞാൻ എങ്ങനെ പോരും? ഞാൻ സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ഇത്, ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ ഇട്ടിട്ട് പോകും? ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഈ ആളാണല്ലോ എന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്, ഈ കംപ്ലീറ്റ്ലി ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ്, ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, ഞാൻ ആകെ ഒരു ബ്ലാങ്ക് ആണ്. അങ്ങനെയുള്ള ഒരു ഇതാണ്, ട്രോമ ബോണ്ടഡ് ആണ്. എനിക്കിവിടെ എന്തായാലും വേണ്ടില്ല, എനിക്കിവിടെ ജീവിച്ചാൽ മതി, ഇതിനകത്ത് എന്തെങ്കിലും ശരിയാവുമായിരിക്കും, എപ്പോഴെങ്കിലും മനസ്സ് മാറാതിരിക്കില്ല, എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം കാര്യങ്ങൾ അത് മനസ്സിലാതിരിക്കില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ എനിക്ക് വഴിപാടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ട്രോമ ബോണ്ടിങ്. ഇത് സിമിലറായിട്ട് നമുക്ക് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു ഇതുമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ആലോചിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഫിലിമിലൊക്കെ കാണൂലേ, ക്യാപ്റ്റീവ്സ് ആയിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു റാൻസമിന് വേണ്ടിയിട്ട്, ഇത്ര എമൗണ്ട് വേണം, വലിയൊരു റിച്ച് ആയിട്ടുള്ളൊരു കുട്ടിയെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനത്തെ കുറേ ഫിലിം കോണ്ടെക്സ്റ്റൊക്കെ ഇല്ലേ, അതിനകത്ത് ഉപദ്രവിക്കുന്നു, തല്ലുന്നു, പട്ടിണിക്കിടുന്നു, അല്ലെങ്കിൽ വളരെയധികം പ്രയാസപ്പെടുന്നു. ചിലപ്പോൾ ഫോണൊക്കെ കൊടുത്തിട്ട് അടിച്ച് കരച്ചിൽ കേൾപ്പിക്കുക, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഓൾ ഓവർ ദ വേൾഡിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുന്ന സമയത്ത് വളരെയധികം എക്സ്ട്രീം ടോർച്ചറൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർ കോടതിയിൽ വന്നു, ഇതെല്ലാം തെളിഞ്ഞു, കേസൊക്കെ തെളിഞ്ഞു കോടതിയിൽ വന്നു. വിക്ടിമിനോട് ചോദിക്കുകയാണ്, ജഡ്ജിക്ക് ജഡ്ജ്മെൻ്റ് എഴുതണം ഈ വിക്ടിമിൻ്റെ ഇത് കേട്ടിട്ട്. അപ്പോൾ വിക്ടിം പറയുന്നു, ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അയാൾ വെറുതെ വിട്ടേക്ക്. ചിലപ്പോൾ പറയും, എനിക്ക് അയാളുടെ കൂടെ പോയാൽ മതി. അങ്ങനെയൊക്കെയുള്ള അതിനാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പം ഒരു പാട്ട് വെച്ച് തന്നുവെന്നോ, അല്ലെങ്കിൽ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു, അല്ലെങ്കിൽ ഒരു നല്ല ഫുഡ് എനിക്ക് മേടിച്ചു തന്നു, അന്നൊരു ഫെസ്റ്റിവൽ ഡേ ആയിരുന്നു, അത് കഴിച്ചോന്ന് എന്നോട് പറഞ്ഞു. എത്രയോ വർഷങ്ങൾ അവിടെ ഇങ്ങനെ ക്യാപ്റ്റീവായിട്ടിരിക്കുന്ന അങ്ങനെ 2-3 മൊമെൻറ്റ്സ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട്, അതുകൊണ്ട് ആ പേഴ്സണെ ഒന്നും ചെയ്യണ്ട, ആ പേഴ്സൺ നല്ലതാണ്, എനിക്ക് അവരുടെ കൂടെ പോയാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അവരെ വെറുതെ വിട്ടാലും. അപ്പോൾ കോടതി തന്നെ കൺഫ്യൂഷനായി, ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള രീതിയിൽ. അതിനാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ട്രോമ ബോണ്ടിങ് ഇതുപോലെ ഇങ്ങനെ വിചാരിക്കുന്ന പോലെ അത് സെപ്പറേറ്റഡ് ആവില്ല. എൻ്റെ തന്നെ പരിചയമുള്ളൊരു ക്ലയൻറ്റ്, എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു ആളും കൂടെയാണ്. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ട്, ലീഗലി സെപ്പറേറ്റഡ് അല്ലാതെ തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ജോലിയായിട്ട് ജീവിക്കുന്ന സമയത്ത്
എപ്പോഴും എനിക്ക് വാട്സാപ്പിൽ എനിക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും കരയുന്ന ഇമോജി 5-6 10 വെച്ചിട്ട് മിക്കവാറും ദിവസം എങ്ങനെയുണ്ട് ഹൗ ആർ യു എന്ന് ചോദിക്കണതിൻ്റെ മറുപടിയാണ്. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവരവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവർക്ക് ആ ജോലിയും കാര്യങ്ങളും ഉത്തരവാദിത്വം നോക്കി പോകാനായിട്ട് സാധിക്കുന്ന ഭയങ്കര ഇൻറ്റേർണൽ ഇമോഷണൽ സ്ട്രഗിൾസ് ഭയങ്കര മാക്സിമമാണ്. ഒരു 1 ഇയറൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം ഏകദേശം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ട്, ഏകദേശം പോവാനായി വന്നിട്ടുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് ആ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനൊരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യമായ കാര്യം ഒന്നുമില്ല ലോകത്ത്. നമുക്ക് എന്തും വേണമെങ്കിൽ നമ്മുടെ വില്ലിൽ എന്ത് വേണമെങ്കിലും സാധിക്കുന്നതാണ്. ഇപ്പം നമുക്കൊരു നാടൻ ചൊല്ലുമല്ലോ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. എന്താണോ നമ്മുടെ പ്രശ്നം അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരവസ്ഥയിലാണോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി പെയിൻഫുൾ ആയിരിക്കും, സാരമില്ല. ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊരു കണ്ടീഷൻ, ഇത് ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയല്ല. അതിൽ നിന്നും നമുക്ക് പയ്യെ വിദഗ്ധമായ പ്ലാനിങ്ങോടുകൂടി, അത് നിങ്ങളൊരു തെറാപ്പിസ്റ്റ് അതിന് സഹായിക്കും. പ്ലാനിങ്ങോടുകൂടി നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കും. സന്തോഷമായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഹാപ്പി ലൈഫ്.